എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. എവിടെ സമാധാനം ഉണ്ടായാലും ഞാൻ ഉണ്ടാക്കിയെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നോബൽ പ്രൈസാണ് സ്വപ്നം. പക്ഷേ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം കൊടുക്കാനായിട്ട് ഇന്ത്യയും റഷ്യയും ഒരുമിക്കുന്നു അല്ലേ? അത് എന്താണ് ശരിക്കുമുള്ള വസ്തുത? ശരിക്കും പറഞ്ഞാൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനമല്ല, പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളുടെ മുഴുവൻ നമ്മൾ ഒടിച്ചത് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാൽ. അത് ശരിക്കും റഷ്യയുടേതാണ്. അപ്പോൾ റഷ്യ ആ സംവിധാനം നമുക്ക് തന്നതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാനായി നമുക്ക് സാധിച്ചത്. ഇവിടെ എന്താ വെച്ചാൽ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടിട്ട് പറഞ്ഞു, ഞങ്ങളാണ് ഈ യുദ്ധം നിർത്തിയത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധം ഉണ്ടാകാൻ പോയി, പക്ഷേ ഞങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും ഈ പറയുന്ന വെടിനിർത്തൽ നടത്തി. അതാണ് ഇപ്പം പ്രിയം പറഞ്ഞ പോലെ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്താ അറിയോ, ട്രേഡ് കാര്യത്തിൽ ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ചില പുതിയ പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ പോകുന്നു. ആ പ്രോജക്റ്റുകൾ നടപ്പാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ വെടിനിർത്തണം. അതുകൊണ്ട് രണ്ടുപേരും പേടിച്ച് വെടിനിർത്തി. സത്യത്തിൽ ഇതൊന്നുമല്ല സംഭവിച്ചതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു. മൂന്നാമതൊരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒന്നും ഇടപെടൽ ഇവിടെ ഉണ്ടായില്ല. പാക് DGMO നമ്മുടെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ നമ്മൾ അതിനോട് യോജിച്ചു. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ, പാകിസ്ഥാനുമായിട്ട് ചേർന്ന് അമേരിക്ക ചില കള്ളക്കളികൾ നടത്തുന്നു. ഇതിന് മറുപണിയുമായിട്ട് ഇന്ത്യ വരുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. അതായത് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം 2016 നമ്മൾ വാങ്ങുന്നത്. അന്ന് ഏതാണ്ട് 40,000 കോടി രൂപ ചിലവ് വരും. അന്ന് എല്ലാവരും വിമർശിച്ചു, എന്തിനാണ് ഇത് മേടിക്കുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. 2018 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ ഗവൺമെൻറ് തലത്തിൽ ഇതിൻ്റെ ഔദ്യോഗികമായ രേഖകളൊക്കെ ഒപ്പുവെച്ചു. അങ്ങനെ 2021 നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് കിട്ടി. ഡിസംബറിൽ കിട്ടിയപ്പോൾ തന്നെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി വരുന്ന തന്ത്രപ്രധാനമായ മേഖലകൾ വിന്യസിച്ചു. 2025 ആയപ്പോൾ 3 യൂണിറ്റുകൾ കിട്ടി. അപ്പം 2026 ആകുമ്പോൾ അവശേഷിക്കുന്ന 2 യൂണിറ്റുകൾ കിട്ടും. മൊത്തം 5 യൂണിറ്റാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂണിറ്റുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്താണ് S-400 ഇത്രയും വലിയ പ്രസിദ്ധി കിട്ടി, അല്ലെങ്കിൽ വ്യാപകമായ പ്രചാരം കിട്ടിയെന്ന് റഷ്യ മനസ്സിലാക്കിയത്. റഷ്യയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ റഷ്യ ഇന്ത്യയോട് പറയുന്നു, നമുക്കിനി ഇതിൻ്റെ അപ്ഡേഷൻ നടത്താം. S-500 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വേണം. അപ്പോൾ S-500 ഈ സൂപ്പർസോണിക് മിസൈലുകളെ ഉൾപ്പെടെ തകർക്കാൻ കഴിയും. അപ്പം പണ്ട് റഷ്യയിലേക്ക് മോദി വിസിറ്റിന് ചെന്നപ്പോൾ പുടിൻ പറഞ്ഞിരുന്നു, നമുക്ക് S-500 എന്ന് പറയുന്നത് സംയുക്തമായി നിർമ്മിക്കാം. S-400 അവർ നിർമ്മിക്കുന്നുണ്ട്, അത് റഷ്യ ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്, റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പുതിയൊരു സാധനം നിർമ്മിക്കാം, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു, എത്രയും വേഗം നമുക്ക് ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ അതിന് കൃത്യമായൊരു മറുപടി നൽകിയില്ല. കാരണം നമ്മൾ പാകിസ്ഥാനുമായിട്ട് എൻഗേജ്ഡ് ആണ് യുദ്ധത്തിൽ. അതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഡ്രോണ്, ചാരവിമാനങ്ങൾ, മിസൈലുകൾ, സൂപ്പർസോണിക് ജെറ്റുകൾ ഇതെല്ലാം അയക്കുമ്പോൾ നമ്മൾ ഇതിനെ തടുത്തു നിർത്തിയത് S-400 എന്ന് പറയുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ ഈ വ്യോമ പ്രതിരോധത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പ്രിയം കണ്ടറിഞ്ഞതല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ കരുത്ത് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞൊരു സാഹചര്യം കൂടിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം. അവർ മിസൈലുകൾ അയച്ചു, ഡ്രോണുകൾ അയച്ചു, നമ്മളുടെ 15 നഗരങ്ങൾ വരെ അവർ ലക്ഷ്യം വെച്ചു. പക്ഷേ ഇതിനെല്ലാം നിഷ്പ്രയാസം തകർത്തു. ഇനി അടുത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ അത് ഏറ്റവും മികച്ച ലോകത്തിലെ ഒരു വലിയ പ്രതിരോധ സംവിധാനം തന്നെ ഒരുക്കുമെന്നതിൽ സംശയമില്ല. കാരണം ബ്രഹ്മോസ് എന്ന് പറയുന്ന ആയുധം നമ്മൾ നിർമ്മിച്ചതിൻ്റെ തെളിവും അതിൻ്റെ അനുഭവ പരിചയവും സമ്പത്തും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കിർണ ഹിൽസിൽ അടിച്ചതും അവിടെ അവരുടെ ആണവ സംവിധാനങ്ങളെ തകർത്തതുമായിട്ടുള്ള വലിയ തെളിവും കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതും കൂടി റഷ്യയ്ക്ക് ഒരു മൈലേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് എന്ന് പറഞ്ഞൊരു മിസൈലുണ്ട്. അത് നമ്മൾ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ച ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി കൂടെ ആയിരുന്നല്ലോ. അന്ന് അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചു, നമുക്ക് തദ്ദേശീയമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനം നിർമ്മിക്കാം. അങ്ങനെ ആകാശ് എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. ഡോക്ടർ രാമറാവു എന്ന് പറയുന്ന താരതമ്യേന പ്രായം കുറഞ്ഞ ഒരാളെ ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിട്ട് നിയോഗിക്കുന്നു. അദ്ദേഹം ഡിഫൻസ് DRDOയുടെ സഹകരണത്തോടുകൂടി ഈ മിസൈൽ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഈ മിസൈൽ വിജയകരമായിട്ട് നമ്മൾ നിർമ്മിച്ചത് ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് 20 കിലോമീറ്റർ വരെയുള്ള ഹൈറ്റിലുള്ള ഏത് ആക്രമണത്തെയും തടയും. മാത്രമല്ല 20 മീറ്ററോളം നീളമുള്ള ഇതിന് 70 കിലോഗ്രാം ഭാരമാണുള്ളത്. 60 കിലോഗ്രാം ആയുധങ്ങൾ, അതായത് വെപ്പൺസ് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തദ്ദേശീയമായ വ്യോമ പ്രതിരോധ സംവിധാനം അനിയനായിട്ട് കൂടെ നിൽക്കുമ്പോൾ ചേട്ടനായിട്ട് S-400 ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഒരു വിധത്തിൽ നമ്മളെ ആക്രമിക്കാൻ പറ്റുന്നില്ല. അമേരിക്കയ്ക്ക് ചെറിയൊരു എതിർപ്പുണ്ട്. കാരണം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം താടുണ്ട്, അതുപോലെ തന്നെ അയൺ ഡോം എന്ന് പറഞ്ഞ് ഇസ്രായേലിന് കൊടുത്തുകൊണ്ട്, പിന്നെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇത്തരം ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇന്ത്യക്ക് നൽകാം, ഇന്ത്യ വാങ്ങണമെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ അതിനോട് അനുകൂലിച്ചില്ല. മാത്രമല്ല നമ്മൾ S-400 ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്ക കൊടുത്ത ഈ ഡേവിഡ് സ്ലിംഗ് അല്ലെങ്കിൽ അയൺ ഡോം
അതുപോലെ തന്നെ ഈ താഡ് തുടങ്ങിയ സംവിധാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഹൂത്തികളുടെ ആക്രമണം ഇസ്രായേൽ നടത്തി. അപ്പോൾ ആ പ്രതിരോധ സംവിധാനത്തിൽ പിഴവുണ്ടായെന്ന് വ്യക്തം. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിച്ച S-400 അല്ലെങ്കിൽ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് എന്ന് പറയുന്ന സംവിധാനത്തിലോ യാതൊരു കുഴപ്പമുണ്ടില്ല. നമ്മൾ പറയുന്ന S-400 എന്ന് പറയുന്നത് സുദർശൻ ചക്ര എന്ന് പറയുന്നത്, അതായത് പുരാണത്തിലെ സുദർശന ചക്രം, ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ പേര് നൽകിയത്. അപ്പോൾ പണ്ട് കാലം മുതൽ തന്നെ റഷ്യയുമായിട്ട് നമ്മൾ നല്ല സഹകരണത്തിലാണ്, യുദ്ധസമയത്ത് ഉൾപ്പെടെ. അപ്പോൾ സൈനിക സാമ്പത്തിക മേഖലയിലൊക്കെ സഹകരിച്ച നമ്മൾ ഈ അടുത്ത കാലത്ത് റഷ്യയ്ക്ക് ഒരു വലിയ സഹായം ചെയ്തു. അതായത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉക്രൈനും റഷ്യയും തമ്മിലൊരു യുദ്ധമുണ്ടാകുന്നു. ഈ യുദ്ധമുണ്ടായപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. അതോടുകൂടി അവരുടെ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സായ എണ്ണ വിൽപ്പന തടസ്സപ്പെട്ടു. റഷ്യയ്ക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല, പൈസ ഇല്ലാതെ വരുന്നു. ഇന്ത്യ ഉപരോധത്തെയൊക്കെ മറികടന്ന് നേരിട്ട് റഷ്യയുടെ ഇത് പോയി എണ്ണ വാങ്ങി, എന്നിട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ട് വിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ഉപരോധം ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ എണ്ണ വാങ്ങാനായിട്ട് വന്നു. ചുരുക്കം പറഞ്ഞാൽ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് ഇന്ത്യ എണ്ണ മറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കി. ഈ പൈസ ഉണ്ടാക്കിയത് ഡോളറിലല്ല, ഈ കച്ചവടം നടന്ന മുഴുവൻ ഇന്ത്യൻ റുപ്പിയിലാണ്. ഇത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചു. അപ്പോൾ റഷ്യയെ സാമ്പത്തികമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ സഹായിച്ചതിൻ്റെ ഒരു നന്ദി അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ S-400ൻ്റെ അപ്ഡേഷനായ S-500 സംയുക്തമായി നമുക്ക് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്ന് ഇവർ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ ഈ പ്രതിരോധ സംവിധാനേക്കാൾ ശക്തമാണ് റഷ്യയുടെ S-400 എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ അവരുടെ പ്രതിരോധ കച്ചവടത്തിൽ ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ നേരത്തെ 2008 മുതൽ റഷ്യ ഇത് ഉപയോഗിക്കുന്നുണ്ട്, 2015 മുതൽ ചൈന ഇത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് സ്വന്തമായി വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ടും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഇതിന് എത്രത്തോളം പവർഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതുകൂടാതെയാണ് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ഈ ആകാശ് മിസൈൽ ഉള്ളത്. ഈ ആകാശ് മിസൈൽ എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പഞ്ചാബിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും അതിർത്തികളിലൊക്കെ കൊണ്ട് വിന്യസിച്ചു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ റഷ്യയുടെ S-400ന് കുഴപ്പം പറ്റിയാലും നമുക്കൊരു പ്രതിരോധമുണ്ടല്ലോ എന്നാണ്. പക്ഷേ റഷ്യയുടെ S-400ഉം ഇന്ത്യയുടെ ആകാശവും കണക്ട് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതികവിദ്യ റഷ്യൻ സഹായത്തോടെ നമുക്ക് കിട്ടി. അങ്ങനെയാണ് രണ്ടിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റിയത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ, മിസൈലുകളെ എല്ലാം തന്നെ തകർത്ത് കളയാൻ നമ്മുടെ ഈ പറയുന്ന ആകാശ സംവിധാനത്തിനും സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രതിരോധം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറ്റേ വശത്ത് അവരുടെ എയർബേസുകളെ ആക്രമിച്ചത്. ശരിക്കും ഒരു കനത്ത തിരിച്ചടിയല്ലായിരുന്നു ഈ എയർബേസ് അറ്റാക്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം എയർബേസുകളും അവരുടെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ച് തകർക്കാൻ കഴിയുമെന്ന്. കാരണം നമ്മൾ പ്രതിരോധത്തിൽ തന്നെ നിൽക്കുമെന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത്. ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു, പിന്നെ പാകിസ്ഥാൻ അയക്കുന്ന ഡ്രോണുകളും മിസൈലുകളൊക്കെ നമ്മൾ പ്രതിരോധിക്കുന്നു. അവർക്ക് കൊടുത്തത് തുർക്കിയും ചൈനയും കൊടുത്ത സാധനങ്ങളാണ്, വലിയ രീതിയിൽ ഗുണപ്പെട്ടുമില്ല. പക്ഷേ ഇന്ത്യക്ക് കയറി അടിക്കാൻ കഴിഞ്ഞു, അവരുടെ വ്യോമത്താവളങ്ങൾ കൃത്യമായി തകർക്കാൻ കഴിഞ്ഞു. ഒരു വിമാനം പോലും പറന്നിറങ്ങുകയോ പറന്ന് പൊങ്ങുകയോ അവിടുന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്ത്യയുടെ ആക്രമണ ശേഷിയുടെ കരുത്ത് വ്യക്തമാക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം വന്നതോടുകൂടിയാണ് ഈ അമേരിക്ക ഒന്ന് ചാഞ്ചാടി കളിച്ചത്. കാരണം ഇന്ത്യ പാകിസ്ഥാനെയൊക്കെ അടിച്ച് വലിയ രാജ്യമായിട്ട് വന്നാൽ അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പറഞ്ഞിട്ട് അസൂയ എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വന്ന് അമേരിക്കയുടെ കാല് പിടിച്ചു, ഞങ്ങളുടെ വ്യോമത്താവളങ്ങൾ തകർത്തു. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ വ്യോമ മേഖല തകർക്കപ്പെട്ടാൽ പിന്നീട് ആ രാജ്യം യുദ്ധത്തിൽ തോറ്റു എന്നാണ് അർത്ഥം. അതായത് നമ്മൾ എയർബേസുകൾ തകർത്തത് അവിടുത്തെ റൺവേ തകർത്തു, അവിടുത്തെ ഇലക്ട്രിക് സംവിധാനം തകർത്തു, മുന്നറിയിപ്പ് സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളെയും ഇല്ലാതാക്കി. അപ്പോൾ ഒരു വിമാനത്തിന് പോലും ടേക്ക് ഓഫ് ചെയ്യാനോ ലാൻഡ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥ. ഇനി ഇതൊന്ന് അറ്റകുറ്റപ്പണി നടത്തി എടുക്കണമെങ്കിൽ 3 മുതൽ 5 വർഷം വേണ്ടി വരും. അതുകൊണ്ടാണ് നേരെ ചെന്ന് അമേരിക്കയുടെ കാല് പിടിച്ചത്. അപ്പോൾ അമേരിക്ക ഉടനെ പറഞ്ഞു ഞങ്ങൾ ഇടപെടാൻ പോവുകയാണ്, നിങ്ങൾ യുദ്ധം നിർത്തൂ എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു എന്ന് വരരുത്. മാത്രമല്ല ഈ പാകിസ്ഥാൻ 3 പതിറ്റാണ്ടായിട്ട് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയത് അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് അവരുടെ തന്നെ ഒരു മുൻ മന്ത്രിയൊക്കെ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് അമേരിക്കയ്ക്ക് നാണക്കേടുണ്ടാക്കി. അങ്ങനെയാണ് അമേരിക്ക നമ്മുടെ കൂടെ നിന്നു എന്നുള്ള തോന്നലുണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഈ കാലുമാറിയ പണി കാണിച്ചത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾ റഷ്യയുടെ കൂടെ നിന്നിട്ട് അടുത്ത പണി നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ S-400നെക്കാട്ടിലും അപ്ഡേറ്റ് ചെയ്യുന്ന മറ്റൊരു മിസൈൽ സംവിധാനം അല്ലെ പ്രതിരോധ സംവിധാനം തയ്യാറാക്കുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് നിർമ്മിക്കുകയാണെങ്കിൽ അത് അമേരിക്കയും വലിയ ഷോക്കായി മാറും. എന്തായാലും ഇന്ത്യയുടെ ഈ പുതിയ നീക്കം ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഞെട്ടിച്ചു എന്ന് പറഞ്ഞുകൂടെ? അതെ, തീർച്ചയായും അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമായിട്ട് ഇത് മാറും. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തുള്ള ഈ പറയുന്ന ആയുധ നിർമ്മാണ രംഗത്തും ഒക്കെയുള്ള വലിയ കരുത്ത് ഇനി പ്രതിഫലിക്കാൻ പോവുകയാണ്. ലോകം അത് കാണാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.